മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൈൻഡ് ബെൻഡിങ് മൂവീസ്. ഈ സിനിമകൾ ഒരു തവണ കണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തേങ്ങയും മനസ്സിലാവൂല. ആൻഡ് അങ്ങനെയുള്ള 7 സിനിമകളാണ് ഈ വീഡിയോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലെ 6ാമത്തെ മൂവി വിൽ ബ്ലോ യുവർ മൈൻഡ് ഗൈസ്. ഒന്നാമത്തെ സിനിമ ഫ്രാക്ചർഡ്. നായകനും ഭാര്യയും മോളും കൂടെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസ് ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ മോളെ ഒരു പട്ടി ഓടിക്കുന്നു. ആൻഡ് ആ കുഞ്ഞ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് മറിഞ്ഞു വീഴും, ഇഞ്ചേർഡ് ആവും. ഇവരൊരു ഹോസ്പിറ്റലിലെത്തും, അഡ്മിറ്റഡ് ആവും. ഒരു ദിവസം കഴിഞ്ഞ് നായകൻ തിരിച്ചു വരുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു കുട്ടി അവിടെ വന്നിട്ടില്ല, അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നായകൻ അറിയില്ല തന്റെ ഭാര്യയും മകളും എവിടെയാണെന്ന്. തുടർന്ന് അങ്ങോട്ട് അവരെ തേടിയുള്ള അവന്റെ അന്വേഷണമാണ് ഈ സിനിമ. ഒരുപാട് ട്വിസ്റ്റും ഒരുപാട് മിസ്റ്ററീസ് നിറഞ്ഞ സിനിമയാണിത്. പല ട്വിസ്റ്റുകളും നിങ്ങളുടെ കിളിക്കൂടും ഒക്കെ പറത്തിക്കളയും. 2019 ഇറങ്ങിയ ഒരു സിനിമയാണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച്. രണ്ടാമത്തെ സിനിമ കൊഹിറൻസ്. 8 ഫ്രണ്ട്സ് ഒരു റീയൂണിയൻ ആയിട്ട് ഡിന്നറിന് ഒരുമിച്ച് കൂടുന്നു. ആൻഡ് അവർ ആ ഡിന്നർ കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പവർ കട്ട് ഉണ്ടാവുന്നു. ആൻഡ് ആ ടൈമിൽ തന്നെ അവിടെ കൂടെ ഒരു കോമറ്റ് പാസ് ചെയ്യുന്നു. ഈ കോമറ്റ് കാണാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. കോമറ്റിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരിൽ പലരും ഇഞ്ചേർഡ് ആവുന്നു. ആരാണ് ഇഞ്ചുറി വരുത്തിയതെന്നോ എങ്ങനെയാണ് ഇഞ്ചേർഡ് ആയതെന്നോ അവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ തന്നെ അവർ ദൂരെ ഒരു വീട്ടിൽ ലൈറ്റ് കാണും. അവിടെ പോയിട്ട് ആരെങ്കിലും പുറലോകമായിട്ട് കോൺടാക്ട് ചെയ്യാന്ന് കരുതി ഇവർ ആ വീട്ടിലേക്ക് പോകും. പക്ഷേ ആ വീട്ടിൽ അവർ കാണുന്ന കാഴ്ചകൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഈ 8 ഫ്രണ്ട്സിന്റെ ലൈഫിൽ എന്ത് സംഭവിക്കും? ഈ സിനിമ എന്ന് കണ്ടു നോക്ക്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് മൂവിയാണിത്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, ഒരു കാരണവശാലും മിസ്സാക്കരുത്. മൂന്നാമത്തെ സിനിമ ദ കാൾ. ഒരു ദിവസം നമ്മുടെ നായികയ്ക്ക് അവളുടെ വീട്ടിലെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. പിന്നീടാണ് അവൾ അറിയുന്നത് ആ കോൾ വന്നിരിക്കുന്നത് പാസ്റ്റിൽ നിന്നാണ്. അതായത് 20 വർഷം മുമ്പ് ഈ വീട്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അതേ കാലത്ത് നിന്ന് അവളെ വിളിക്കുന്നത്. വെറുതെ ഒരു കോൾ അല്ല വരുന്നത്. ആ വിളിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ട്. തുടർന്ന് അങ്ങോട്ട് പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള ഒരു വാറാണ് ഈ സിനിമ. സ്റ്റാർട്ടിംഗ് ടു എൻഡ് ഒരുപാട് ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമയാണിത്. 2020 ഇറങ്ങിയ കൊറിയൻ സിനിമയാണ്. കണ്ടു കഴിയുമ്പോൾ സകലമാന കിളികളും നിങ്ങളുടെ പറന്നു പോകും. 100% ഉറപ്പാണ്. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടു. നാലാമത്തെ സിനിമ ദ ബട്ടർഫ്ലൈ എഫക്ട്. 2004 റിലീസായ ഒരു സിനിമയാണിത്. ടൈം ട്രാവൽ സിനിമകളുടെ ഒരു ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് വിളിക്കാം. ബട്ടർഫ്ലൈ എഫക്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ ചെറിയ ഡിസിഷൻസ് പോലും എത്രത്തോളം ചേഞ്ച് ആണ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. നമ്മുടെ ഹീറോ അവന്റെ ലൈഫിലെ ഓരോ പോയിന്റിൽ എടുക്കുന്ന ഡിസിഷൻസ് അവന്റെ ഫ്യൂച്ചറിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നാണ് സിനിമ കാണിക്കുന്നത്. ആൻഡ് ഈ എക്സിക്യൂഷൻ വളരെ ബ്രില്യന്റ് ആയിട്ട് വേറെ ലെവലിലാണ് കാണിച്ചിട്ടുള്ളത്. ക്ലൈമാക്സിൽ ഒരു പസിൽ പോലെ ആയിട്ട് മാറും ഈ സിനിമ. ഈ ജോണറിലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കാരണവശാലും ഈ സിനിമ മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടോളൂ. അഞ്ചാമത്തെ സിനിമ ട്രയാങ്കിൾ. ഈ സിനിമ നിങ്ങൾ 1 തവണയോ 2 തവണയോ 3 തവണയോ കണ്ടാലും ഒരു തേങ്ങയും മനസ്സിലാവൂല. നടുക്കടലിൽ വെച്ച് ബോട്ട് തകർന്നിട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ നിൽക്കുന്ന നമ്മുടെ നായികയും കൂട്ടുകാരും അതുവഴി വരുന്ന വലിയൊരു കപ്പലിൽ കയറും. പക്ഷെ ആ കപ്പലിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. അതിനുശേഷം നായിക ഒഴികെ ബാക്കി എല്ലാവരെയും ആരോ കൊല്ലുന്നു. അവസാനം ഈ കില്ലർ ആരാണെന്ന് സത്യം നായിക തിരിച്ചറിയുന്നു. അവളെ പോലെ തന്നെ നമ്മളും ആ സത്യം കണ്ടിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കണ്ടു നോക്ക്. ആറാമത്തെ സിനിമ ടൈം ലാപ്സ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച സിനിമകളുടെയൊക്കെ ഒരു ട്രീറ്റ്മെന്റ് അല്ല ഈ സിനിമയ്ക്കുള്ളത്. വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുമെങ്കിലും അത് എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ മുഴുവൻ കിളികളെയും പറത്ത തരത്തിലാണ്. കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടും. ഫ്യൂച്ചറിനെ കാണാൻ പറ്റുന്ന ഒരു ക്യാമറ നമ്മുടെ ലീഡ് ക്യാരക്ടേഴ്സിന് കിട്ടുന്നത്. അത് ഉപയോഗിച്ച് അവർ ടൈമിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ലക്ഷ്യത്തിൽ അവർ വിജയിക്കുമോ, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് സിനിമയെ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണുക, ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഏഴാമത്തെ സിനിമ മിറാഷ്. ഇതൊരു സ്പാനിഷ് സിനിമയാണ്. 2018 റിലീസായത്. പാസ്റ്റിൽ മരിച്ച ഒരു ബോയിയെ നായിക ഒരു TV വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഓൾറെഡി മരിച്ചുപോയ ആ കൊച്ച് പാസ്റ്റ് ചേഞ്ച് ആവുന്നതോടെ രക്ഷപ്പെടും. പക്ഷേ അത് നായികയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കിളി പറത്തും. വളരെ ബ്രില്യന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണിത്. സ്പാനിഷ് സിനിമയാണ്, സ്പാനിഷ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. സബ്ടൈറ്റിൽ ഇട്ട് തന്നെ കണ്ടോ. അടിപൊളി സിനിമയാണ്, ഒരിക്കലും മിസ്സാക്കരുത്. ഇത്രയും മാത്രമല്ല, ഇനിയും ഒരുപാട് സിനിമകളെ നമുക്ക് കാണാനുണ്ട്. വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.